ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ഈശോയുടെ വരവിനെക്കുറിച്ചും അവിടുത്തേക്ക് ഒരു വാസസ്ഥലം ഒരുക്കുന്നതിനെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 1-2 തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. ആകാശം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. എങ്കിലും അവിടുന്ന് നമ്മോട് ചോദിക്കുകയാണ്, എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം നമ്മോട് ഓരോരുത്തരോടുമായി ചോദിക്കുകയാണ്, ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നിമിഷം ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം നമ്മൾ ഒരുക്കിയോ എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. മനുഷ്യനെ ദൈവങ്ങളാക്കാൻ ദൈവം മനുഷ്യനായി ജനിച്ചതിൻ്റെ തിരുനാളാണ് ആ ക്രിസ്മസ് എന്ന മഹാരഹസ്യം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ആദിയിൽ പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം തന്നെയായ വചനം സമയത്തിൻ്റെ പൂർണ്ണതയിൽ മാംസം ധരിക്കുകയാണ്. പറയാണ്, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഈശോയുടെ മഹത്വം നമുക്ക് കാണാൻ സാധിച്ചത് ആ പിള്ളക്കച്ചയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ശിശുവിലൂടെയാണ്. ഈ വചനമായ ദൈവം മാംസമായി മനുഷ്യമക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനത്തിൽ അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഈശോയെ സ്വീകരിക്കുവാൻ ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടത്തേക്ക് ജന്മമെടുക്കുവാൻ ഒരു സ്ഥലമോ അവിടത്തേക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവിടുന്ന് ആ കാലിത്തൊഴുത്തിലാണ് കർത്താവ് നമുക്ക് വേണ്ടി ജന്മമെടുത്തത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനത്തിൽ അഗസ്തസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെയുമായിട്ട് വിശുദ്ധ യൗസേപ്പ് യാത്ര പുറപ്പെടുകയാണ് ബെത്ലഹേമിലേക്ക്. കാരണം മിക്ക പ്രവാചകൻ 5-ാം അധ്യായം 2-3 തിരുവചനത്തിൽ പ്രവാചകൻ അന്ന് ഇങ്ങനെ പ്രവചിച്ചിരുന്നു, ബെത്ലഹേം എഫാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അന്ന് മിക്ക പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അഗസ്തസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ച് പരിശുദ്ധ കന്യാമറിയത്തെയുമായിട്ട് വിശുദ്ധ യൗസേപ്പ് നസ്രത്തിൽ നിന്ന് ഒരു യാത്ര ബെത്ലഹേമിലേക്ക്. കാരണം തിരുവചനം നിറവേറണം, പ്രവാചക വചനം പൂർത്തിയാക്കണം കർത്താവിൽ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ മോശയും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടത് എല്ലാം നിവൃത്തിയാകാൻ വേണ്ടിയാണ് നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള ആ യാത്ര. അത് പിതാവായ ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു ബെത്ലഹേമിൽ നമ്മുടെ കർത്താവ് പിറക്കണമെന്ന്. ആ സ്ഥലത്ത് ദൈവം പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ കർത്താവിന് ഒരു സ്ഥലം ആരും ഒരുക്കിയില്ല. കാരണം 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വചനത്തിൽ ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലായതുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടത്തേക്ക് ഹൃദയം ആരും തുറന്നില്ല.
ഈ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ വീട്ടിൽ അനേക അലങ്കാരങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയെല്ലാം ഒരുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കുവാൻ നാം തയ്യാറാണോ? നമ്മുടെ ഹൃദയത്തെ നാം വിശുദ്ധീകരിച്ചോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-20 തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞങ്ങൾ അവരോട് കൂടെ വരികയും അവനോടുകൂടി ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഈ ഹൃദയം തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. നമ്മുടെ കർത്താവിന് തല ചായ്ക്കുവാനോ അവിടുത്തേക്ക് മരിക്കുവാനോ ഈ ഭൂമിയിൽ ഒരു സ്ഥലം ലഭിച്ചില്ല. അവിടുത്തെ മരണമാകട്ടെ കുരിശിൽ 3 ആണികളാൽ ബന്ധിതനായി. നമ്മുടെ കർത്താവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലാണ്. അവിടത്തേക്ക് തല ചായ്ക്കാൻ സ്ഥലം ലഭിച്ചില്ല. എന്നാലും നമ്മുടെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ ദൈവങ്ങളാക്കാൻ ദൈവം മനുഷ്യനായി പിറന്നപ്പോഴോ നമ്മുടെ കർത്താവിന് വാസസ്ഥലം ഇല്ലായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം നമ്മളെ സ്നേഹിക്കുമായിരുന്നു. ലോകം കർത്താവിന് വാസസ്ഥലം ഒരുക്കുമായിരുന്നു. നല്ല പറയണം, ഈ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട്, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ, ഈശോയുടെ കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങിയാൽ ലോകം നമ്മളെ ഓരോരുത്തരെയും വെറുക്കും. ഈ ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിന് വാസസ്ഥലം ഒരുക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെ ദൗത്യം. ഇത് തന്നെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പിതാവായ ദൈവം യുഗങ്ങൾക്ക് മുമ്പേ തന്നെ മനുഷ്യൻ പാപം ചെയ്തപ്പോഴേ പരിശുദ്ധ കന്യാമറിയത്തെയും ദൈവവചനമാകുന്ന ഈശോയെയും മനുഷ്യാവതാരത്തിനായി ലോകത്തിലേക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ആ കാലത്തിൻ്റെ സമ്പൂർണത വന്നു. ഈ സമയത്തിൻ്റെ ഇടങ്ങളിലെല്ലാം പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ യെശയ്യാ പ്രവചിക്കുകയാണ്, അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യുവതി കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യായും പ്രവചിച്ചിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 6-7 തിരുവചനത്തിൽ, എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുകയാണ്, അവന് ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മനീയനായ ഉപദേഷ്ടാവ്, ദൈവം ശക്തനാണ്, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നെല്ലാമാണ് അവിടുത്തെ നിർവചനം. എന്നിട്ട് പറയാണ്, ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്, അവൻ്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ വേണ്ടി തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത നിറവേറ്റിയത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അവിശ്വസ്തതയിലും എളിമയിലുമായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തെപ്പോലെ
നമ്മൾ ഓരോരുത്തരും ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ, വചനം പാലിക്കുമ്പോൾ നമ്മളിലും ഈ വചനം മാംസമാവുകയാണ് ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഓരോ വചനവും സങ്കീർത്തകൻ പറയുന്നത് പോലെ 119-9-11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ വചനവും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി ആ വചനങ്ങളുടെ ചുരുൾ അഴിയുകയാണ്. അതാണ് സങ്കീർത്തനം 119-130 പറയുന്നത്, അങ്ങയുടെ വചനങ്ങളുടെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ഈ വചനത്തിൻ്റെ ചുരുൾ അഴിഞ്ഞതായിരുന്നു വചനം മാംസമായ ആ ഈശോ. ആ മഹത്വം നമ്മൾ ദർശിക്കുകയാണ്. അപ്പം ഓരോ വചനവും നമ്മളിൽ മാംസമാകുമ്പോൾ, ഓരോ വചനവും നമ്മൾ പാലിക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ ദൈവിക ചൈതന്യത്തിൻ്റെ ചുരുൾ അഴിയുകയും പ്രകാശം പരക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് 1 യോഹന്നാൻ 3-9 ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. ഓരോ വചനവും നമ്മളിൽ വസിക്കുമ്പോൾ ദൈവിക ചൈതന്യത്താൽ നമ്മൾ നിറയുകയും ആ മഹത്വീകരിക്കപ്പെട്ട ശരീരവുമായി നമ്മൾ രൂപാന്തരപ്പെടുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്യാതിരുന്ന അവസ്ഥയിൽ അവരുടെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമായിരുന്നു. ഈ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരുവാൻ വേണ്ടിയാണ് വചനം മാംസമായതും, മാംസമായി നമ്മളെ മഹത്വീകരിക്കപ്പെട്ട ശരീരമായി ദൈവവചനമാക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചതും. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-21 പറഞ്ഞ, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. ഓരോ വചനവും നമ്മൾ പാലിക്കുമ്പോൾ, ഓരോ വചനവും നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ആ ദൈവിക ചൈതന്യം കൊണ്ട് നിറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മഹത്വീകരിക്കപ്പെട്ട ശരീരമായി നമ്മൾ മാറുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 3-16-18 ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടും. പറയാണ്, കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ വിളിക്കപ്പെട്ടവരായി നമുക്ക് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം, വചനം അനുസരിക്കാം. അതുവഴി ദൈവത്തിൻ്റെ മഹത്വം ബെത്ലഹേമിൽ ദർശിച്ചതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ദർശിക്കുവാൻ ഇടയാകും. വചനമായ മനുഷ്യൻ, അതായത് വചനമായ ദൈവം പരിപൂർണ മനുഷ്യനാകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-5 മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അതായത് ഇതാ മനുഷ്യൻ എന്ന് അവിടുത്തെ വിളിക്കുകയാണ്. അവിടുത്തെ രൂപം എന്തായിരുന്നു? മുൾമുടി ധരിച്ച് ചെമന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് പരിഹാസ രാജാവായിട്ട് നമ്മുടെ കർത്താവ് പരിപൂർണ മനുഷ്യനാകുകയാണ്. എന്തിനാണ്? 2 കൊരിന്തോസ് 5-21 അവനിൽ നാം എല്ലാം നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. നമ്മുടെ എല്ലാം പാപങ്ങൾ ശരീരത്തിൽ ഏറ്റുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 22 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം താൻ സ്നേഹിച്ച അബ്രാഹത്തോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകനെ നീ എനിക്കായി ബലിയർപ്പിക്കുക എന്ന്. ഈ അബ്രാഹാം മകനെയുമായിട്ട് പോവുകയാണ് മോറിയ മലയിലേക്ക്, കർത്താവിൻ്റെ മലയിലേക്ക്, അവിടത്തേക്ക് ബലിയർപ്പിക്കാൻ. അബ്രാഹാം ബലിപീഠമെല്ലാം ഉണ്ടാക്കി. ആ കുഞ്ഞിനെ, താൻ സ്നേഹിച്ച പുത്രനെ ബന്ധിച്ച് കത്തി കയ്യിലെടുത്തപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി.
എന്നിട്ട് അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ മുൾച്ചെടികൾക്ക് ഇടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണുകയാണ്. ആരായിരുന്നു ഈ കുഞ്ഞാട്? അന്ന് സംഭവിക്കാനിരുന്ന ആ സംഭവം നിറവേറിയത് കാൽവരി മലയിലെ കുരിശുമരത്തിലായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മൾ കണ്ടു, ഇതാ മനുഷ്യൻ, ആ ഈശോ നമുക്ക് വേണ്ടി ബലിയായി മാറുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കർത്താവ് ഇന്നും ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് വേണ്ടി പീഡ സഹിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയം ഈശോയ്ക്കായി കൊടുക്കാം. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 26 മുതൽ 38 വരെയുള്ള തിരുവചനത്തിൽ ആ മറിയത്തിൻ്റെ സമ്മതമാണ്. മറിയം പൂർണ്ണ ഹൃദയം അവിടത്തേക്ക് കൊടുത്തു. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 33-ഉം 34-ഉം തിരുവചനത്തിൽ പറയുന്നുണ്ട്, തനി സ്വർണം കൊടുത്ത് ആർ അവളെ വാങ്ങും. പൂർണ്ണ ഹൃദയം പരിശുദ്ധ കന്യാമറിയം അവിടത്തേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ദൈവദൂതനിലൂടെ പിതാവായ ദൈവം വന്ന് സമ്മതം ചോദിച്ചപ്പോൾ മടിച്ചു നിൽക്കാതെ യേസ് പറയാൻ തിരുമനസ്സായത്. മറിയത്തിൻ്റെ ഉത്തരത്തിനു വേണ്ടി സ്വർഗം മുഴുവൻ, മാലാഖമാരും മുഴുവൻ കാതോർക്കുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ത്രികാല ജപം എന്ന് ദിവസത്തിൽ 3 തവണ നമ്മൾ ആവർത്തിക്കുന്നത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. മറിയം പറയാൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോഴാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. 3 കാലത്തെയും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാതാവിൻ്റെ ഉത്തരവും ദൈവത്തിൻ്റെ അഭിസംബോധനയുമാണ് ഭൂമിയും സ്വർഗവുമായി ബന്ധിതമാകുന്നതും സ്വർഗവും പാതാളവുമെല്ലാമായി ഒരു അടുപ്പത്തിലെത്തിക്കുന്നതും ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തുന്നതും ഈ ഒരൊറ്റ വാക്കിലൂടെയാണ്. അതിലൂടെയാണ് ദൈവം മാംസമാകാൻ ഇടയായത്. ഇതുവഴി ഭൂമിയുമായിട്ട് ഒരു ആഴമേറിയ ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വസ്തതയാണ് സ്വർഗം തുറക്കുവാൻ ഇടയാകുന്നതും വചനം മാംസമാകുന്നതും ദൈവീക കൃപകളുടെ എല്ലാ തുടക്കങ്ങളും സംഭവിക്കുന്നത്. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്. 45-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ, കർത്താവായ ഞാനാണിത് സൃഷ്ടിച്ചത്. അപ്പോൾ സ്വർഗം മുകളിൽ നിന്ന് അനുഗ്രഹങ്ങൾ പൊഴിയണമെങ്കിൽ ഭൂമിയിൽ കാത്തിരിക്കുന്ന ഒരു ജനത ഉണ്ടായിരിക്കണം. വിശ്വസ്തത കുടികൊള്ളുന്ന, വിശ്വസ്തത നിറഞ്ഞ ഒരു ജനത ഉണ്ടെങ്കിലേ ആ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ ദൈവകൃപയിലുള്ള നിറവാണ് സ്വർഗത്തെ തുറക്കുവാൻ ഇടയായത്. അതാണ് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്. 66-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനത്തിൽ, സമയമാകുന്നതിന് മുമ്പേ അവൾ പ്രസവിച്ചു, പ്രസവവേദന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സമയമാകുന്നതിന് മുമ്പേ അവൾ പ്രസവിച്ചെന്ന് പറയാൻ വിശ്വസ്തതയാണ്, ദൈവസ്നേഹമാണ്, ദൈവത്തിൻ്റെ തീഷ്ണതയാണ്. അതാണ് 2 കൊരിന്തോസ് 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈശോയുടെ സ്നേഹമാണ്, ആ വിശ്വസ്തതയാണ് സ്വർഗം തുറക്കാൻ ഇടയായത്. ദൈവദൂതൻ വന്ന് മറിയത്തെ വിളിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. കാരണം യെശയ്യാ പ്രവാചകൻ പണ്ട് പ്രവചിച്ചിരുന്നു. 62-ാം അധ്യായം 2 മുതലുള്ള തിരുവചനത്തിൽ, ജനതകൾ നിൻ്റെ നീതീകരണവും
രാജാക്കന്മാർ നിൻ്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടുമെന്ന് യെശയ്യാ പ്രവാചകൻ പണ്ടേ പ്രവചിച്ചിരുന്നു. കർത്താവ് വിളിച്ച പുതിയ പേരെന്തായിരുന്നു? ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കണം. ദൈവകൃപ നിറഞ്ഞവനെ, ദൈവകൃപ നിറഞ്ഞവളെ. ഈ അഭിവാദനം കേട്ട് സ്വർഗത്തെ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ദൈവകൃപ നിറയാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രഭാഷകൻ്റെ പുസ്തകം 32-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശ്വാസനം സ്വീകരിക്കും. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ഈ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ്. നമ്മൾ അവിടുത്തെ അന്വേഷിക്കുമ്പോൾ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൃപ ലഭിക്കുകയും ദൈവകൃപ കൊണ്ട് നിറയുകയും ദൈവത്തെ ഉൾക്കൊള്ളുവാൻ ഈ ഭൂമിയിൽ വലിയൊരു വാസസ്ഥലം നമുക്ക് ഒരുക്കുകയും ചെയ്യാം. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായത്തിൽ 4-5 തിരുവചനത്തിൽ, ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ഇവിടെയെല്ലാം പറയണം, ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദി എന്താണ്? ദൈവവചനം തന്നെയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനത്തിൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ നമ്മൾ അതിരാവിലെ എണീറ്റ് ഈ ജീവജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവം അതിനെ സഹായിക്കുകയാണ്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ നമുക്കും ദൈവകൃപകൾ കൊണ്ട് നിറഞ്ഞ് ഈശോയെ ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയം ഒരുക്കാം. ഹൃദയം ഒരുക്കി കഴിയുമ്പോൾ കർത്താവ് തന്നെ വരും. കാരണം ഭൂമിയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വസ്തതയാണ് സ്വർഗം തുറക്കാൻ ഇടയാകുന്നതും അനേക അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതും. അബ്രഹാം നമ്മുടെ കർത്താവിനോട് വിശ്വസ്തത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ അവിടുന്ന് ചെയ്യാനുള്ള കാര്യം ദൈവത്തോട് പറയുകയാണ്. നമ്മൾ അബ്രഹത്തോട് എങ്ങനെ മറച്ചു വെക്കും? കാരണം അവൻ നമ്മോട് വിശ്വസ്തനാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, സൊദോം ഗൊമോറ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം പറയുകയാണ് അബ്രഹത്തോട് നമുക്ക് പറയാമെന്ന്. നമ്മളോടും കർത്താവ് എന്തെങ്കിലും പറയണമെങ്കിൽ, ഈ ഭൂമിയിൽ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോടും ആലോചന ചോദിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മനസ്സിലേക്ക് വരണം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ക്ഷണിക്കുന്നത്. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവരാരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. 1 കൊരിന്തോസ് 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ. ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ, ദൈവത്തിൻ്റെ ചിന്തകളറിയാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭൂമിയിലെ അവിടുത്തെ ദൗത്യം നിർവഹിക്കേണ്ട ഓരോ ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവിടുത്തെ ചിന്തയിൽ വരാൻ മനുഷ്യന് എന്ത് അർഹതയാണുള്ളത്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ അവിടുത്തേക്ക് എന്താണുള്ളത്? എന്നിട്ട് ദൈവദൂതന്മാരെക്കാൾ മാത്രം അവനെ താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരാൻ വിളിക്കപ്പെട്ട നമുക്ക് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കാം. ഈ ഹൃദയത്തെ നമുക്ക് വാസമർപ്പിക്കുവാൻ അവിടുത്തെ ക്ഷണിക്കാം. അങ്ങനെ നമുക്കോരോരുത്തർക്കും സ്വർഗത്തെ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുവാൻ നമ്മളാൽ കഴിയുന്ന ഓരോ ദൗത്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാം. പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഈശോയുടെ വിശ്വസ്തരായിരിക്കുവാൻ, ആട്ടിടയന്മാരെ പോലെ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ആ ജ്ഞാനികൾ കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തിയതുപോലെ ആ കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തി അവിടുത്തെ ആരാധിക്കുവാൻ പുൽത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി അവിടുത്തെ മഹത്വം പ്രകടിപ്പിച്ച കർത്താവിനെ ദർശിച്ചുകൊണ്ട് ആ ശിമിയോനെയും അന്നായെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. ഈ ഭൂമിയിൽ നമ്മൾ പോകുന്നതിന് മുമ്പേ
കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മുഖാഭിമുഖം ആയിരിക്കുവാൻ, ദൈവത്തോട് ലയിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.